നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് പല നടീനടന്മാരും ഓർമ്മിക്കപ്പെടുക. എന്നാൽ ചില താരങ്ങളുണ്ട് ഒരൊറ്റ സിനിമയിൽ മാത്രം അഭിനയിച്ച് സിനിമാ രംഗത്ത് നിന്ന് തന്നെ കടന്നു കളഞ്ഞ ചില താരങ്ങൾ. അവരുടെ യഥാർത്ഥ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ശരിയായിരിക്കും, ശരിയാണ്. പക്ഷേ അവർ ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾ ഓർക്കുന്നുണ്ട്. അത്തരത്തിൽ ഒറ്റ സിനിമയിലൂടെ ഹിറ്റടിച്ച് പിന്നെ സിനിമയിൽ നിന്നും മുങ്ങിക്കളഞ്ഞ നടീനടന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദീപ നായരെ ഓർമ്മയിലെ കുഞ്ചാക്കോ ബോബൻ താരംഗം കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയം റിലീസാവുന്നത്. സനലിന്റെ സംവിധാനത്തിൽ 2000 മാർച്ച് 31 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഈ ചിത്രത്തിലെ നായികയാണ് ദീപ നായർ. മലയാളികൾ ഏറ്റെടുത്ത പടമായിരുന്നു പ്രിയം. ഹാപ്പി ബർത്ത്ഡേ. ചേച്ചിക്ക് പോകാതെ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? അത് എന്താ ഉണ്ടായെന്ന് പറയൂ. കല്യാണം കഴിക്കുന്നത് ചേച്ചിക്ക് ചുമ്മാ ഓരോന്ന്. ഞാൻ പോകാൻ ഇറങ്ങിയതൊന്നുമല്ല. നിങ്ങൾക്ക് ചേച്ചിയോട് സ്നേഹം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ. പ്രണയവും വിരഹവും ഒക്കെ നിറഞ്ഞ നല്ലൊരു സിനിമയെ മാത്രമല്ല സിനിമയിലെ നായികയും അക്കാലത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. അവരിപ്പോൾ എവിടെയാണോ എന്തോ. സിനിമയിൽ അഭിനയിച്ചത് സംവിധായകന്റെ നിർബന്ധ പ്രകാരമാണെന്ന് പറയുന്നത് കേട്ടു. തമിഴ് സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് ഓഫറുകൾ അവർക്ക് വന്നിരുന്നു. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സിനിമയെ ഉപേക്ഷിച്ചത്. പിന്നീട് ഓസ്ട്രേലിയയിലുള്ള ഒരു എഞ്ചിനീയറെ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിച്ചു പോരുന്നു. ഇപ്പോൾ സിനിമാ രംഗത്തൊന്നും അവരെ കാണാനേ ഇല്ല. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ. അടുത്തതാരാണെന്ന് നോക്കാം. മീനാക്ഷി, വെള്ളി നക്ഷത്രത്തിലെ സുന്ദരിയായ യക്ഷി. തമിഴിലും തെലുങ്കിലും ഷെർമിളി എന്നാണ് അവരറിയപ്പെടുന്നത്. പൃഥ്വിരാജിന്റെ കരിയറിന്റെ തുടക്ക കാലഘട്ടത്തിൽ 2004 വിനയന്റെ സംവിധാനത്തിലാണ് സൂപ്പർ ഹിറ്റ് ചിത്രം വെള്ളി നക്ഷത്രം റിലീസാവുന്നത്. സിനിമയിലെ ഗാനങ്ങളും മാത്രമല്ല സിനിമയിലെ യക്ഷിയെയും മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. വളരെ സുന്ദരിയായ ആ നായിക ആരാണ് എല്ലാവരും അന്വേഷിച്ചു. തമിഴിൽ നിന്നായിരുന്നു ഇവരുടെ തുടക്കം. മീനാക്ഷിയുടെ ആദ്യ മലയാള സിനിമയായിരുന്നു വെള്ളി നക്ഷത്രം. വലിയ ഹിറ്റാകുകയും ചെയ്തു ഈ സിനിമ. അയ്യോ, അത് പുഴയുടെ നടുക്കല്ലേ. ഇങ്ങനൊരു വാശിക്കാരൻ. അയ്യോ, ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നത്? പിന്നെ ഞാൻ കണ്ടു. അമ്മൂനെ നോക്കാൻ വന്ന പെണ്ണില്ലേ, അവളും പ്രേതം. എടാ മോനെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവള് വെള്ളത്തിന്റെ മേളിൽ കൂടി നടന്ന് താമരപ്പൂ പറിച്ചു. താമരപ്പൂ വേണമെന്ന് മോള് വാശി പിടിച്ചു. കുറച്ച് വെള്ളേ ഉള്ളൂ, ചേച്ചി ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വെള്ളി നക്ഷത്രത്തിന് ശേഷം 2004 കാക്ക കറുമ്പൻ, യൂത്ത് ഫെസ്റ്റിവല്, ബ്ലാക്ക്, ജൂനിയർ സീനിയർ, പൊന്മുടി പുഴയോരം, ഗഫൂർ കാ ദോസ്ത് തുടങ്ങിയ ഏതാനും ചില ചിത്രങ്ങളിൽ ഇവർ അഭിനയിച്ചിരുന്നു. 2005 ഗഫൂർ കാ ദോസ്ത് എന്ന സിനിമയിലാണ് ലാസ്റ്റ് അഭിനയിക്കുന്നത്. നമ്മൾ ഇപ്പോഴും ഇവരെ ഓർമ്മിക്കുന്നത് വെള്ളി നക്ഷത്രം എന്ന ഹിറ്റ് സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ്. മറ്റു സിനിമകളൊന്നും അത്ര വലിയ ഹിറ്റായില്ല, പ്രേക്ഷകർ ശ്രദ്ധിച്ചില്ല. പല സിനിമയും പേര് കേട്ടിട്ട് പോലുമില്ല. ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവരും സിനിമയിലേക്ക് തിരിച്ചു വന്നേക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ടെസ ജോസഫ്. 2003 ലാൽ ജോസും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പട്ടാളം എന്ന ചിത്രം റിലീസാവുന്നത്. പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന ചിത്രമായിരുന്നു പട്ടാളം. പക്ഷേ തിയേറ്ററുകളിൽ ചിത്രം വലിയ പരാജയമായി. ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ച നടിയാണ് ടെസ ജോസഫ്. വിമല എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. സിനിമ പരാജയപ്പെട്ടെങ്കിലും ഇവരുടെ കഥാപാത്രത്തെ ശ്രദ്ധിച്ചിരുന്നു. ആരാണ് ഈ നടി എന്നുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ഒരമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരു ഏട്ടൻ. താലി കെട്ടിയെന്നൊരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ. ശരിയാണ്, നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം അതിനൊരു ചില്ലി കാശ് പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. സങ്കടമുണ്ട്. അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ. പറഞ്ഞതുപോലെ ഇതൊരു നിർഭാഗ്യമായിരുന്നു. ടെസയുടെ അഭിനയം കഥാപാത്രമൊന്നും കുഴപ്പമില്ല. പക്ഷേ പട്ടാളം എന്ന് പേര് കേട്ടപ്പോൾ പ്രേക്ഷകർ വലിയ എന്തോ ഒരു പട്ടാളപ്പടം പ്രതീക്ഷിച്ചാണ് തിയേറ്ററിലേക്ക് എത്തിയത്. പക്ഷേ ഇത് സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് പട്ടാളം വരുന്ന കഥയായിരുന്നു. പക്ഷെ കഥ വേണ്ടത്ര അങ്ങോട്ട് ഏറ്റില്ല. കുറേ പടങ്ങൾ പൊട്ടിയിട്ടുണ്ട്. പട്ടാളത്തിന് ശേഷം ഞാൻ സംവിധാനം ചെയ്യും, മറുപടി, രാജമാറ്റി, യാഹു, ഗോൾഡ് കോയിൻ തുടങ്ങിയ സിനിമകളിലും ടെസ അഭിനയിച്ചിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. രുചിത പ്രസാദിനെ ഓർമ്മയുണ്ടോ? ദിലീപിന്റെ കോമഡി ചിത്രമായ മിസ്റ്റർ ബട്ട്ലറിലെ നായിക.
ശശി ശങ്കറിന്റെ സംവിധാനത്തിൽ 2000 ഏപ്രിലാണ് ഈ സിനിമ റിലീസാവുന്നത്. രുചിത പ്രസാദിന്റെ ആദ്യ മലയാള സിനിമയായിരുന്നു മിസ്റ്റർ ബട്ട്ലർ. അയ്യോ എന്നെ തൊടല്ലേ പ്ലീസ്, എന്നെ തൊടല്ലേ പ്ലീസ്. ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോന്ന് പേടിച്ചിട്ടാ. ആരത്? ഞാൻ തന്നെയാ. എന്തിനാ കത്തിയെടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. വിശന്നിട്ട് പാടില്ല മാൻ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. നമ്മളിപ്പോഴും കണ്ടു ചിരിക്കാറുള്ള ഒരുപാട് കോമഡി രംഗങ്ങളുള്ള ചിത്രമാണ് മിസ്റ്റർ ബട്ട്ലർ. മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിലെ ഇവരുടെ കഥാപാത്രത്തെ മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ സജീവമായിരുന്ന നടിയായിരുന്നു രുചിത പ്രസാദ്. മിസ്റ്റർ ബട്ട്ലറിന് ശേഷം ഒന്നാം രാഗം എന്നൊരു ചിത്രത്തിൽ ഇവർ അഭിനയിച്ചിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണോ എന്തോ. സിനിമയും കഥയൊക്കെ കൊള്ളായിരുന്നു, നല്ല കോമഡി രംഗങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസായപ്പോൾ വലിയ പരാജയമായിരുന്നു. വിഷമുണ്ട്. ദിലീപിൻ്റെ കണ്ടകശനി സമയത്താണ് ഈ ചിത്രം റിലീസായത്. പക്ഷേ നമ്മൾ ടി വിയിലൂടെ ഈ ചിത്രത്തെ ഏറ്റെടുത്തു. 2008 നവശക്തി വൈഭവ് എന്ന കന്നഡ സിനിമയിലാണ് രുചിത പ്രസാദ് അവസാനമായി അഭിനയിച്ചത്. പിന്നീട് സിനിമാ രംഗത്ത് ഇവരെ കണ്ടിട്ടില്ല. ധീരയായ ഒരു അഭിനേത്രിയായിരുന്നു രുചിത. അർജുൻ ലാലിനെ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. 2005 ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മോഹൻലാലിൻ്റെ ഹിറ്റ് ചിത്രം തന്മാത്ര റിലീസാവുന്നത്. ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമായിരുന്നു. ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും മികച്ച നടനും അങ്ങനെ ഒരുപാട് അവാർഡുകൾ ഈ ചിത്രം വാരിക്കൂട്ടിയിരുന്നു. തന്മാത്രയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം. ഈ സിനിമയിലെ മനു എന്ന കഥാപാത്രവും മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. ഒറ്റ സിനിമ കൊണ്ട് തന്നെ അർജുൻ ലാൽ സ്റ്റാറായി. നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സിനിമയായിരുന്നു തന്മാത്ര. അച്ഛൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് IAS ഉദ്യോഗസ്ഥനാകുന്ന മകൻ അർജുൻ അവതരിപ്പിച്ച കഥാപാത്രം. പ്രേക്ഷകരെ കഥാപാത്രത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പയ്യനെ നമ്മൾ അധിക സിനിമയിലൊന്നും കണ്ടിട്ടില്ല. സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇദ്ദേഹമെന്ന് ഈയിടെ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നതായി കേട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളൊന്നും ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമല്ല. പ്രീത വിജയകുമാർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ സാധ്യതയില്ല. പക്ഷേ ഉദയപുരം സുൽത്താൻ എന്ന കോമഡി സിനിമയിലെ നായികയെ നമ്മൾക്കെല്ലാവർക്കും അറിയാം. നേരത്തെ മിസ്റ്റർ ബട്ട്ലറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ TVയോ യൂട്യൂബോ തുറന്നാൽ കോമഡി സീനുകളിൽ എന്തായാലും ഒരു സീൻ ഈ ചിത്രത്തിലുള്ളതായിരിക്കും. അത്രയും വളരെ മനോഹരമായ കോമഡി രംഗങ്ങളുള്ള ചിത്രമാണ് ഉദയപുരം സുൽത്താൻ. ആരംഭിച്ചോളൂ. പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക. ഭഗവാനെ, ഉണ്ണികൃഷ്ണ. വെളുത്ത പുഷ്പം 2 എടുത്ത് വിഗ്രഹത്തിൽ സമർപ്പിക്കുക. കണ്ണടച്ച് സമർപ്പിക്കുക. ഇയാൾക്ക് എന്ത് പറ്റി? കുറെ നേരം ഇവിടുന്ന് വട്ടം ചുറ്റുന്നു. ഓം ദയാന ഡൈനാമോയോ? ഇതുപോലെ ഒരുപാട് കോമഡി രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ ചിത്രത്തിലെ നായികയായ ഗോപി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി പ്രീത അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിൽ സജീവമായ നടിയായിരുന്നു പ്രീത. പ്രീതയുടെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രവുമായിരുന്നു ഉദയപുരം സുൽത്താൻ. ഉദയപുരം സുൽത്താനെ കൂടാതെ ദുബായ്, റെഡ് ഇന്ത്യൻസ്, സ്നേഹിതൻ എന്നീ ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 2002 പുറത്തിറങ്ങിയ സ്നേഹിതൻ എന്ന സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് സിനിമകളിലൊന്നും ഇവർ വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ ഗോപി എന്ന കഥാപാത്രത്തിലൂടെയാണ്. 1998 പുറത്തിറങ്ങിയ രുക്മിണി എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് ഇവർ സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. റീന മാത്യൂസ് 2013 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി പുറത്തിറക്കിയ ഹിറ്റ് ചിത്രത്തിലെ നായികയാണ് റീന മാത്യൂസ്. മമ്മൂട്ടിയും ഫഹദ് ഫാസിലും തകർത്തഭിനയിച്ച ഇമ്മാനുവൽ മലയാളികൾ ഏറ്റെടുത്തു സൂപ്പർ ഹിറ്റാക്കി മാറ്റി. ഈ ചിത്രത്തിലെ പുതുമുഖ നായികയെയും മലയാളികൾ ശ്രദ്ധിച്ചു. പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. മൈ നെയിം ഈസ് ഇമ്മാനുവൽ M. ഐ എം കമ്മിങ് ഫ്രം കടവന്തറ. ഈ ജോസഫേട്ടനൊരു ഗതികേട്. ചേട്ടന് എത്ര വയസ്സായി? ഈ ചിങ്ങത്തിന് 18. ആദ്യ സിനിമ തന്നെ റീനുവിന് വലിയ ബ്രേക്ക് നൽകി. പിന്നീട് 5 സുന്ദരികള്, പ്രൈസ് ദ ലോർഡ്, സപ്തമശ്രീ തസ്കര, ഇയോബിന്റെ പുസ്തകം, എന്നും എപ്പോഴും, ലിവിങ്സ്റ്റൺ, 7000 കണ്ടി തുടങ്ങിയ സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു. 2015 പുറത്തിറങ്ങിയ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പട്ടാളത്തിന് ശേഷം ലാൽ ജോസും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രമായിരുന്നു ഇമ്മാനുവൽ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുമായിരുന്നു. ഇത്തവണ ലാൽ ജോസ് പ്രതീക്ഷ നിലനിർത്തി. ഉമാശങ്കരി സുന്ദർദാസിന്റെ സംവിധാനത്തിൽ 2002 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കുബേരൻ. ദിലീപിന്റെ മറ്റൊരു കോമഡി ചിത്രം. സംയുക്ത വർമ്മയും ഉമാശങ്കരിയുമായിരുന്നു ചിത്രത്തിലെ നായികമാർ. എങ്കിലും ഉമാശങ്കരിയെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ സജീവമായ നടിയായിരുന്നു ഉമാശങ്കരി. ഉമാശങ്കരിയുടെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു കുബേരൻ.
കുബേറിന് ശേഷം വസന്തമാളിക, ഈ സ്നേഹതീരത്ത്, സഫലം എന്നീ സിനിമകളിൽ കൂടി ഇവർ അഭിനയിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുന്ന ഇവരുടെ കഥാപാത്രം കുബേരനിലെ ഗൗരി എന്ന കഥാപാത്രത്തെ തന്നെയാണ്. ഉമാശങ്കർ ഇപ്പോഴും സിനിമാ രംഗത്ത് സജീവമാണ്. 2022 പുറത്തിറങ്ങിയ വാലിമൈ എന്ന തമിഴ് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചിരിക്കുന്നത്. ഗിരിജ ഷട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇവർ ചെയ്ത കഥാപാത്രം ഗാഥ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. 1989 പ്രിയദർശൻ്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ വന്ദനം എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചതാണ് ഗിരിജ ഷട്ടർ. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോകരുത്. ചെയ്യാം. എന്നോട് പറ ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന കോമഡി ചിത്രമാണ് വന്ദനം. 1989 ഇവർ ഗീതാഞ്ജലി എന്ന തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് വന്ദനത്തിൽ അഭിനയിച്ചു. തുടർന്ന് ധനുഷ് കോടി എന്ന ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ആ ചിത്രം റിലീസായില്ല. 1992 പുറത്തിറങ്ങിയ ആമിർ ഖാൻ ചിത്രം ജോ ജീത്ത ഹെ വഹി സിക്കന്ദർ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 2002 പുറത്തിറങ്ങിയ ഹൃദയാഞ്ജലി എന്ന ചിത്രത്തിലാണ് പിന്നീട് ഇവർ അഭിനയിക്കുന്നത്. എന്നാൽ ഈ ചിത്രം 1992 ഷൂട്ടിംഗ് പൂർത്തിയായതായിരുന്നു. റിലീസ് വൈകിയ ചിത്രമായിരുന്നു ഹൃദയാഞ്ജലി. 2003 പുറത്തിറങ്ങിയ തുജെ മേരി കസം എന്ന ഹിന്ദി ചിത്രത്തിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ ഇവർ വരുന്നുണ്ട്. ഏകദേശം 53 വയസ്സ് പ്രായമുള്ള ഗിരിജ ഷട്ടർ ഇപ്പോൾ ലണ്ടനിൽ പത്രപ്രവർത്തകയായി ജോലി ചെയ്തു വരുന്നു. ഗിരിജയുടെ അച്ഛൻ ഇന്ത്യക്കാരനും അമ്മ ബ്രിട്ടീഷ് പൗരയുമായിരുന്നു. പാർവതി മെൽട്ടൺ 2007 മോഹൻലാലിനെ നായകനാക്കി റാഫി മേക്കാട്ടിൻ്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ കോമഡി ചിത്രമായ ഹലോയിലൂടെയാണ് നമ്മൾ പാർവതി മെൽട്ടനെ അറിയുന്നത്. അവർ അവതരിപ്പിച്ച പാർവതി എന്ന കഥാപാത്രത്തെയും വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ടവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. എനിക്ക് വിശക്കുന്നു. ആരെ? എനിക്ക് വിശക്കുന്നു. മലയാളത്തിൽ ഹലോ എന്ന ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് അവർ നായികയായി അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നത് ഇവരെ ഈ കഥാപാത്രത്തിൻ്റെ പേരിൽ മാത്രമാണ്. പിന്നീട് മോഹൻലാൽ ചിത്രമായ ഫ്ലാഷിൽ ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ അത് ഫ്ലാഷ് പോലെ മിന്നിപ്പോയി. ബേസിക്കലി അമേരിക്കൻ മോഡലായ പാർവതി മെൽട്ടൺ പിന്നീട് തെലുങ്ക് ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത്. 2012 പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമയായ യമഹോ യമ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. 2013 വിവാഹത്തിന് ശേഷം അവർ സിനിമയിൽ നിന്നും റിട്ടയർ ചെയ്തു. ഭാവന പനി 2004 പ്രിയദർശൻ്റെ സംവേദനത്തിൽ ദിലീപിനെ നായകനാക്കി പുറത്തിറക്കിയ വെട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ഭാവന പനിയെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച പ്രിയദർശൻ്റെ സ്ഥിരം ശൈലിയിലുള്ള കോമഡി ചിത്രമായിരുന്നു വെട്ടം. ടിക്കറ്റ് ഇല്ല. അതെന്താ? എൻ്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കുടുംബ പേര് ഇന്ത്യൻ റെയിൽവേ എന്നാണോ? ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. ടിക്കറ്റും ഫൈനും ചേർത്ത് 1450 രൂപ 50 പൈസ. കാശ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് തരാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിത്തപ്പേരുണ്ടാക്കും. നമ്മൾ മലയാളികൾ ഭാവനാപനിയെ ഓർത്തിരിക്കുന്നത് വെട്ടം എന്ന ചിത്രത്തിലെ വീണ എന്ന കഥാപാത്രത്തെയാണ്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം ഉൾപ്പെടെ ഒട്ടേറെ ഭാഷകളിൽ അഭിനയിച്ച നടിയാണ് ഭാവനാപനി. വെട്ടം എന്ന ഒരൊറ്റ ചിത്രത്തിൽ മാത്രമാണ് ഭാവനാപനി മലയാളത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ 2014 പ്രിയദർശൻ്റെ സമയത്തിൽ പുറത്തിറങ്ങിയ ആമയും മുയലും എന്ന ചിത്രത്തിൽ ഒരു ഡാൻസറുടെ വേഷത്തിൽ ഇവർ അഭിനയിച്ചു. എന്നാൽ ആമയും മുയലും വലിയ പരാജയമായിരുന്നു. ഇവരുടെ കഥാപാത്രം എന്നല്ല, ആ സിനിമയെ പോലും മലയാളി പ്രേക്ഷകർ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. മരിയ റോയും സ്കണ്ട അശോകും, ഇവരുടെ ഈ പേര് പറഞ്ഞാൽ നമ്മൾ അറിയാൻ സാധ്യതയില്ല. പക്ഷേ 2006 റോഷൻ ആൻഡ്രൂസിൻ്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ നോട്ട് ബുക്ക് എന്ന ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇവർ രണ്ടുപേരെയും അറിയും. ലഞ്ചിന് പോകുന്നതിന് മുമ്പ് ആ ലവേഴ്സ് പാത്തിനടുത്തൊന്ന് വരൂ. ജസ്റ്റ് ഒരു 2 minutes. എനിക്കൊരു കാര്യം പറയാനാണ്. ഐ എം സോറി. ഇന്നലെ ഞാൻ ആ ചൂടിൽ എന്തൊക്കെയോ തന്നോട് സോറി. ഞാനൊരു ഗിഫ്റ്റ് തന്നാൽ വാങ്ങോ? എന്താ? ബാൻഡ്, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം അല്ലേ? നോട്ട്ബുക്കിന് ശേഷം ഫിലിം സ്റ്റാർ, ഹോട്ടൽ കാലിഫോർണിയ, മുംബൈ പോലീസ് എന്നീ ചിത്രങ്ങളിലും മരിയ റോയ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ ഓർത്തിരിക്കുന്നത് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ശ്രീദേവി എന്ന കഥാപാത്രത്തിലൂടെയാണ്. സ്കന്ദ അശോക് പിന്നീടും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് നോട്ട്ബുക്കിലെ സൂരജ് മേനോൻ എന്ന കഥാപാത്രത്തെ തന്നെയാണ്. ചഞ്ചൽ, ഓർമ്മയിലെ ആ പൂച്ചകണ്ണുള്ള സുന്ദരിയെ 1998 ഹരിഹരൻ്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ കുഞ്ഞാത്തൂൽ എന്ന സുന്ദരിയായ യക്ഷിയെ മലയാളി പ്രേക്ഷകർക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? ജോമോളായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ജോമോൾ സ്വന്തമാക്കി. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല.
എന്താ നോക്കണേ? ദംഷ്ട്ര. ഓ, അത് ജാനുട്ടിയും കേട്ടിട്ടുണ്ടല്ലേ. അത്യാവശ്യം വരുമ്പോ മാത്രമേ ദംഷ്ട്ര എടുക്കൂ. കരിമ്പനയുടെ മീതെ കൊണ്ടുപോയി ചോര കുടിച്ച് എല്ല് താഴത്തേക്ക് തുപ്പും അല്ലേ? എല്ലാവരും അങ്ങനെ ചെയ്യില്ല. ജാനകിക്കുട്ടി പറമ്പിൽ ചുറ്റി നടക്കണത് എപ്പോഴും ഞാൻ കാണാറുണ്ട്. എന്താ, വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ സിനിമ കണ്ടിറങ്ങിയ ഒരു പ്രേക്ഷകനും കുഞ്ഞാത്തോൾ എന്ന യക്ഷി കഥാപാത്രത്തെ മറക്കാൻ സാധിക്കില്ല. മലയാളികൾ ഇവരെ ഇന്നും ഓർത്തിരിക്കുന്നത് ഈ ഒരൊറ്റ കഥാപാത്രത്തിന്റെ പേരിലാണ്. പിന്നീട് വിവാഹത്തിന് ശേഷം മറ്റെല്ലാ നടിമാരെ പോലെ ഇവരും അമേരിക്കയിലേക്ക് പോയി. പിന്നീട് യാതൊരു വിവരവുമില്ല. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോ മാത്രമാണ് നമ്മൾ കണ്ടത്. രേണുക മേനോൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. പക്ഷേ 2002 കമലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലെ നായിക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയും. എനിക്ക് ശ്യാമിനോട് അല്പം സംസാരിക്കാനുണ്ട്. അവ പെണ്ണുങ്ങളോട് സംസാരിക്കാറില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് ശ്യാമിനോട് ഒറ്റയ്ക്കാ സംസാരിക്കേണ്ടത്. നിങ്ങളിപ്പോ നടക്ക്. പഴയതിന്റെ വല്ല ബാക്കിയാണെങ്കിൽ ഇവിടെ ഒരു നിലവിളി കേൾക്കാം. കൂട്ടുകാരെയും കൂട്ടി ഇന്നലെ എന്നെ അപമാനിച്ചത് പഴയ വിരോധം തീർക്കാനാന്നറിയാം. ശ്യാം നോക്ക്, പണ്ട് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ഞാനിപ്പോ ഒരു ഫ്രണ്ടായി പോലും ശ്യാമിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്താ ഇയാളും കൂട്ടുകാരനും ഇവിടെ പിള്ളേരുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലണ്ടനും അമേരിക്ക ഉണ്ടല്ലോ, അത് ഞാൻ പൊളിച്ച് കൈ കൊടുക്കും. എൻകരളിൽ താമസിച്ചാൽ മാപ്പുതരാം രാക്ഷസി. ഈ ഗാനം നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുപോലെ അപർണ എന്ന കഥാപാത്രത്തെയും. നമ്മൾ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ അതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇവരെ ഓർത്തുവെക്കാൻ പറ്റിയ കഥാപാത്രവുമായിരുന്നില്ല. ജിഷ്ണുവും സിദ്ധാർത്ഥുമായിരുന്നു ഈ ചിത്രത്തിലെ നായകന്മാർ. ജിഷ്ണു നമ്മെ വിട്ടുപിരിഞ്ഞു. ജിഷ്ണുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ഭാവനയുടെ ആദ്യ ചിത്രവും നമ്മളായിരുന്നു. അരവിന്ദ് അശോകനെ നമ്മൾ പരിചയപ്പെടുന്നത് 2002 രഞ്ജിത്തിൻ്റെ സംവേദനത്തിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം നന്ദനത്തിലൂടെയാണ്. പൃഥ്വിരാജിൻ്റെ ആദ്യ ചിത്രമായിരുന്നു നന്ദനം. നന്ദനത്തിലെ ബാലാമണിയെയും നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെയും. ബാലമണി, വെറുതെ കളിക്ക് കയറി നിന്നാണെങ്കിൽ ഇറങ്ങിക്കോളൂ. അതിന്റെ പടവ് മുഴുവൻ ഇളകി കിടക്കുക. എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? മനസ്സിലായില്ലേ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ അല്ല ഉണ്ണിയേട്ടൻ. കാണാം. നിങ്ങളുടെ കല്യാണം കഴിയണവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെയോ? അതെ, അമ്പലപ്പാട്ടെ. ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അരവിന്ദ് അശോകന്റെ ഉണ്ണികൃഷ്ണൻ. സുധീഷാണ് കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ബാലാമണി മാത്രം കാണുന്ന ദൈവികമായ ഒരു കഥാപാത്രമാണ് ഉണ്ണികൃഷ്ണൻ. 1999 പുറത്തിറങ്ങിയ രജനികാന്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പടയപ്പയിലൂടെയാണ് അരവിന്ദ് ആകാശ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. നിതീഷ് ഭരദ്വാജ് 1991 പി പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ നായകനാണ് നിതീഷ് ഭരദ്വാജ്. മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഗന്ധർവൻ. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന നിതീഷ് ഭരദ്വാജ് പ്രധാനമായും ഹിന്ദി സിനിമകളിലും TV സീരിയലുകളിലുമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഇവിടെ ഒരു ഗൈഡ് നോക്കാൻ വന്നതാണ്. കണ്ടോ, പച്ച കള്ളം. പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നത്? സാധാരണ ഞങ്ങളിങ്ങനെ മുൻകൂട്ടി വന്ന് പറയാറൊന്നുമില്ല. തോന്നുമ്പോ അങ്ങ് വരിക എന്നുള്ളതാ. പക്ഷേ ഭാമയുടെ അടുത്താവുമ്പോ എല്ലാം തെറ്റുന്നു. സുവർണ ആനന്ദായിരുന്നു ചിത്രത്തിലെ നായിക. ചിത്രം റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ വലിയ വിജയമായിരുന്നില്ലെങ്കിലും പിന്നീട് TV വന്നപ്പോൾ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ ചിത്രമായിരുന്നു ഞാൻ ഗന്ധർവൻ. തേജാലി ഗനഗറിനെ ഓർമ്മയുണ്ടോ? മീനത്തിൽ താലികെട്ടെന്ന ദിലീപ് ചിത്രത്തിലെ നായികയെ ഓർമ്മയുണ്ടോ? 1998 രാജൻ ശങ്കരാടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം മീനത്തിൽ താലികെട്ടിലൂടെയാണ് തേജാലിയെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നത് മീനത്തിൽ താലികെട്ടിലെ ഈ കഥാപാത്രത്തെയാണ്. പിന്നീട് ചന്ദാമാം എന്ന ചിത്രത്തിലും തേജാലി അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഇവരെ സിനിമാ രംഗത്ത് അധികം കണ്ടിട്ടില്ല. ലയ പൂങ്കാവനം 2005 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ലാൽ ചിത്രമായിരുന്നു തൊമ്മനും മക്കളും. ഈ സിനിമയിലെ പൂങ്കാവനം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയെ ഓർമ്മയില്ലേ? 1992 പുറത്തിറങ്ങിയ ഭദ്രം കൊടുക്കൂ എന്ന സിനിമയിലൂടെയാണ് ഇവർ സിനിമാ രംഗത്തെത്തുന്നത്. പിന്നീട് നിരവധി തെലുങ്ക് സിനിമയിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലും ഇവർ നിരവധി സിനിമകളിൽ അഭിനയിച്ചു.
എന്നാൽ 2015 തൊമ്മനും മക്കളിലൂടെയാണ് ലയ മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. തൊമ്മനും മക്കളിലെ പൂങ്കാവനം എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. സിനിമ സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി നായിക ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ അധികം സിനിമകളിൽ ഇവരെ നമ്മൾ കണ്ടിട്ടില്ല. 2005 തന്നെ പുറത്തിറങ്ങിയ ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഉടയോൻ, രാഷ്ട്രം എന്നീ സിനിമകളിലും ഇവർ അഭിനയിച്ചിരുന്നു. പക്ഷേ തൊമ്മനും മക്കളും എന്ന സിനിമയിലെ കഥാപാത്രത്തെ പോലെ മറ്റു കഥാപാത്രമോ സിനിമയോ സൂപ്പർ ഹിറ്റ് ആയില്ല. പിന്നീട് ഇവരെ അധികം മലയാള സിനിമയിൽ കണ്ടിട്ടേയില്ല. 2010 പുറത്തിറങ്ങിയ ബ്രഹ്മലോകം ടു യമലോകം വയ ഭൂലോകം എന്ന തെലുങ്ക് സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത്. പിന്നീട് ഏതാനും ചില സീരിയലുകളിൽ ഇവർ അഭിനയിച്ചിരുന്നു. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും സിനിമയിലേക്ക് മടങ്ങി വന്നേക്കാം. നികിത തുക്രാൻ ഫഹദ് ഫാസിലിന്റെ ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ സുഷമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയെ ഓർമ്മയില്ലേ? 2002 പുറത്തിറങ്ങിയ ഹായ് എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. കയ്യെത്തും ദൂരത്തിലൂടെയാണ് നമ്മൾ മലയാളികൾ ഇവരെ ഓർക്കുന്നത്. ഫഹദ് ഫാസിലിന്റെ ആദ്യ ചിത്രം കയ്യെത്തും ദൂരത്ത് പരാജയമായിരുന്നെങ്കിലും സിനിമയിലെ നായികയും ഫഹദ് ഫാസിലും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് 2005 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബസ് കണ്ടക്ടർ, 2006 ഭാർഗവ ചരിതം 3-ാം ഖണ്ഡം, 2009 ഡാഡി കൂള്, 2012 MLA മണി, 10ാം ക്ലാസ്സും ഗുസ്തിയും, കനൽ തുടങ്ങിയ സിനിമകളിൽ ഇവർ അഭിനയിച്ചിരുന്നു. പിന്നീട് ഇവരെ മലയാള സിനിമയുടെ ഭാഗത്തേക്ക് കണ്ടിട്ടേയില്ല. കാരണം മിക്കവാറും സിനിമകൾ വൻ പരാജയമായിരുന്നു. പക്ഷേ ഇവർ ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഫഹദ് ഫാസിലിന്റെ ആദ്യ സിനിമയായ കയ്യെത്തും ദൂരത്ത് തന്നെയാണ്. 2018 പുറത്തിറങ്ങിയ രാജസിംഹ എന്ന കന്നഡ സിനിമയാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ. പിന്നീട് നിരവധി സീരിയലുകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവരും സിനിമയിലേക്ക് തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന നടീനടന്മാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.